ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ മൺട്രോത്തുരത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ആ പ്രകൃതി രമണീയം ആസ്വദിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മൾ വഴി വെച്ച ഒരു അങ്കിൾ നമ്മളെ കണ്ടിട്ട് പറഞ്ഞു, വള്ളത്തിൽ പോകാൻ വരുന്നു എന്ന് ചോദിച്ചു. ആ പുള്ളിയെ ഇപ്പം കാണിക്കാമേ. അപ്പം അതിന് മുമ്പ് നമ്മൾ വന്ന വഴിയിൽ എല്ലാവരും ബോട്ടിങ്ങിന് പോകുന്നോ എന്നൊക്കെ ചോദിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി, അപ്പോഴൊന്നും നമ്മൾ പോകണമെന്ന് കരുതിയില്ല. പിന്നീടാണ് തീരുമാനിച്ചത് ശരി അന്നേ പോയിട്ട് വരാം. അപ്പം അതിന് വേണ്ടി ഒരുപാട് ആളുകൾ ദൂരേന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത് കിടന്നിട്ട് ഇതെന്താ ഇതിൻ്റെ ട്രിക്കെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പം ഞങ്ങളും കരുതി ശരി നമുക്കെന്തെങ്കിൽ ബോട്ടിങ്ങിന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ എല്ലാവരും വള്ളത്തിലോട്ടൊക്കെ കയറി. അമ്മയാണെങ്കിൽ ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകുന്നുണ്ട്. അമ്മ പറയൂ വെള്ളത്തിലൊന്നും പോകണ്ട, മഴയൊക്കെ അല്ലേ, അങ്ങനല്ലേ. അപ്പം ഞങ്ങൾ അമ്മയെ കൈയോടെ തൂക്കിയാണ് വള്ളത്തിലോട്ട് കയറിയത്. അപ്പം ആ അങ്കിളാണെങ്കിൽ ആ വള്ളത്തെക്കുറിച്ച് കാര്യങ്ങൾ എല്ലാം, പഴയ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ആ വെള്ളത്തിൻ്റെയും അവിടെ ഉള്ള ആളുകളുടെയും ഓരോ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മളെ പറയുകയാണ്. അപ്പോൾ നമ്മളതെല്ലാം കേട്ട് ആസ്വദിച്ചാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ടിലിരുന്ന് അപ്പോൾ ആ വ്യൂ എല്ലാം നമുക്ക് നല്ലോണം കിട്ടും. അപ്പം കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ പേടിയൊന്നും ആവത്തില്ല. ഇത് വലിയ ഷേക്ക് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ വിചാരിക്കുക അയ്യോ ഇത് കയറിപ്പോകുമ്പം ഭയങ്കര ഷേക്കൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത്. വളരെയധികം രസകരമായ ഒരു ട്രിപ്പും കൂടായിരുന്നു അത് ഞങ്ങൾക്ക്. അപ്പം നീ ചിരിക്കും ചുണ്ടിലാകെ ചെയ്തുകൾ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ താഴ്ചയുള്ള സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ഇറങ്ങിയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നേരെ നമ്മളെ അവിടെ കൊണ്ടുപോയി ആക്കി. അപ്പം അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം അതോടൊപ്പം വേറെ വള്ളക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കുറേ ആളുകളൊക്കെ ഇത് ട്രാവൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം അവരെല്ലാം കൂടെ വന്ന് അവിടെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരുപാട് നേരമായി. ഞങ്ങൾ വന്നത് ഒരു 3 മണി ആ ഒരു സമയത്താണ് വന്നത്. അപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. 5 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോവുന്നതായിരിക്കും കുറേയും കൂടെ നല്ലത്. എന്നുവെച്ചാൽ ഭയങ്കര വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന നേരം. എന്നുവെച്ചാൽ മേളിലൊരു മേൽമുടിയൊന്നും ഇല്ലല്ലോ. അപ്പം വെയിലെല്ലാം ഡയറക്റ്റിൽ നമ്മളെ വന്ന് തലയ്ക്ക് വന്ന് വെയിലടിക്കത്തില്ലേ. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ചേച്ചീനെ കാലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിയാണ് സ്നാപ്പ് പോലെ. പിന്നെ ഇത് കണ്ടോ, ആ പാലത്തിൻ്റെ അടിയിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അത് ഇച്ചിരി ടാസ്ക്കുള്ളൊരു കാര്യമാണ്. നമ്മൾ കുനിഞ്ഞ് താഴെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് താഴെ ഒന്ന് ഇരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി പിന്നെ നേരെ ഇരിക്കുന്നില്ല. കാര്യം പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് താഴെ ഇരുന്ന് പോകുന്നതാണ് കുറേയും കൂടെ നല്ലത് എന്ന് പറഞ്ഞ്. അപ്പം അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മണിക്കൂറാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പം പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്, 1 മണിക്കൂറാണ് നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കുന്നത്. പിന്നെ നേരെ നമ്മളൊരു ഷാപ്പിലോട്ടാണ് പോയത്. അപ്പം അപ്പം അവിടെ ഈ ടൂറിസ്റ്റ് സ്ഥലമൊക്കെ ആയതുകൊണ്ട് കപ്പ, മീൻ, കൊഞ്ച്, അത് വളർത്തു കൊഞ്ചുണ്ട്. അതാണ് നമ്മൾ വളർത്തു കൊഞ്ചാണ് കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെയധികം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കള്ളൊക്കെ മേടിച്ച് തരുമെന്ന്. പക്ഷേ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോയല്ലേ. അപ്പം ഞാൻ ചേച്ചിയൊക്കെ ആയിട്ട് കള്ളൊക്കെ കുടിച്ച് വന്ന് വലിയ ഒന്നും ഉണ്ടായില്ല നമുക്ക് ഗൈസ്. അപ്പം പിന്നെ വളരെയധികം ആസ്വദിച്ചാണ് നമ്മൾ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇതോടൊപ്പം പിന്നെ നമ്മൾ തിരിച്ച് പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഗൈസ് ടാറ്റാ ബൈ ബൈ.